പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക സൗകര്യങ്ങളോടെ അഭിമാനാർഹമായ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന തിരുവമ്പാടി ഫൊറോനയ്ക്ക് പിന്നിൽ ത്യാഗപൂർണമായ ദീപ്തമായ ചരിത്ര സ്മരണകളുണ്ട്. അതെ, താമരശ്ശേരി രൂപതയിലെ തിരുവമ്പാടി ഫൊറോനയ്ക്ക് കീഴിലുള്ള വേനപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിന് മുന്നിലാണ് ഇന്ന് MSTയുടെ പ്രേഷിത വാഹിനി നിറയെ സമ്മാനങ്ങളുമായി എത്തിയിരിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന് എത്ര വിശേഷണങ്ങളാണല്ലേ ഉള്ളത്. അതെ, പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷണങ്ങളാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്. മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ചപ്പോൾ എന്തിനാണ് ഏതിനാണെന്ന് മറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പിതാവിന്റെ മകളായി തീർന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. അങ്ങനെ എത്ര വിശേഷണങ്ങളാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്. ഒരു കാര്യം ചെയ്താലോ, നമുക്കിനി ബാക്കി നിൽക്കുന്നത് എത്ര പാർട്ടിസിപ്പൻസാ? ഇനി 2 പാർട്ടിസിപ്പൻസ് ആണ് നമ്മുടെ പ്രേഷിത വാഹിനി കയറാനായിട്ട് നിൽക്കുന്നത്. നമുക്ക് പാർട്ടിസിപ്പൻസ് എത്തുമോ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് തന്നെ ഒരു ചോദ്യം ചോദിച്ചാലോ? എന്നാൽ അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ഗെയിം. അങ്ങനെയാണെങ്കിൽ പാർട്ടിസിപ്പൻസിനെ വിളിച്ചാലോ? ബാക്കി നിൽക്കുന്ന 2 പാർട്ടിസിപ്പൻസിനെ വളരെ സ്നേഹത്തോടെ പ്രേഷിത വാഹിനിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിറ കയ്യടി നമുക്ക് അവർക്ക് നൽകാം. ഇനി ബാക്കി നിൽക്കുന്ന 2 പാർട്ടിസിപ്പൻസ് ദേ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഒരാൾക്കാണ് ഒരു സമയം പ്രേഷിത വാഹിനിയിൽ കയറാൻ പറ്റും. ഒരു ഗെയിം നടത്തി തന്നെ ആകണം ഇവരിൽ ആരാണ് അടുത്തതായിട്ട് പ്രേഷിത വാഹിനി കയറാൻ പോകുന്നതെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. 2 പേർക്കും പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് അറിയാലോ? അറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളതേ, എന്റെ ഇപ്പുറത്ത് ആദ്യം വന്നത് അലന്റെ ആയിരുന്നു. അപ്പോൾ അലന്റെ ജയിക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അലക്സിന് അറിയാലോ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച്? അറിയില്ലേ? ഓ അറിയാം. എനിക്ക് തോന്നണേ അലക്സ് ജയിക്കുന്ന. പറയണോട്ടാ? പറയൂലേ? പിന്നെ നോക്കാം. ഗെയിം പറ. അലന്റെ എന്തായാലും പറയും. ഗെയിം എന്താണ് എന്നുള്ളത് പരിശുദ്ധ മാതാവിനെ കുറിച്ചിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പരിശുദ്ധ കന്യകാമറിയത്തെ പല പേരുകളിൽ നമ്മൾ അഭിസംബോധനം ചെയ്യും. അറിയാലോ? ഒരു എക്സാമ്പിൾ പറയാം. വേളാങ്കണ്ണി മാതാവ്. അതുപോലെ പല പേരുകളുണ്ട് മാതാവിന്. അത് വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് മാതാവിനെ വേളാങ്കണ്ണി മാതാവ് എന്ന് പറയും. അതുപോലെ പല തരത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് ഉണ്ട്. അപ്പൊ നമ്മൾ മാതാവിനെ ആ സ്ഥലപ്പേര് വെച്ചിട്ടാണ് വിശേഷിപ്പിക്കാറ്. ഓരോരുത്തർക്കും 5 സെക്കൻഡ് സമയം തരും. അതിൽ ഏറ്റവും കൂടുതൽ മാതാവിന്റെ പേരുകൾ പറയുന്ന ആളായിരിക്കും ആദ്യം നമ്മുടെ പ്രേഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട്. ആദ്യം അലന്റെ പറയും. സാരല്ല, അലന്റെ പറഞ്ഞോട്ടെ. അലന്റെ ഞങ്ങളെ 2ാമത് പറഞ്ഞാലും ആദ്യം പ്രേക്ഷിത വാഹിനിയിൽ കയറും. ആദ്യം പറഞ്ഞിട്ട് ആദ്യം പ്രേക്ഷിത വാഹിനി കയറും. അതാണ് അലന്റെ ഒരു പോളിസി. നോക്കാം. സമയം കൊടുക്കട്ടെ? സമയം കൊടുത്തോ. സോ അലന്റ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേളാങ്കണ്ണി മാതാവ്, ഫാത്തിമ മാതാവ്, അമരോത്ഭവ മാതാവ്. സ്റ്റോപ്പ്.
എത്ര എണ്ണം പറഞ്ഞു? 2 എണ്ണം പറഞ്ഞു. അമലോത്ഭവ മാതാവ് കുഴപ്പമില്ല, 2 എണ്ണം പറഞ്ഞല്ലോ. അലക്സേ ഓക്കെ അല്ലേ? സോ ടൈം സ്റ്റാർട്ട്സ് നൗ. വേളാങ്കണ്ണി മാതാവ്, ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ്. സ്റ്റോപ്പ്. 2 എണ്ണം എൻ്റെ അലന്റെ പറഞ്ഞ അത് തന്നെയാ പറഞ്ഞ്. 1 എണ്ണം മാത്രമേ കയ്യിൽ നിന്നിട്ടുള്ളൂ. അതിനെന്താ, നമ്മൾ കൊടുത്ത സമയത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞില്ലേ ആരാ ആദ്യം കേറാൻ പോകുന്നത് പ്രേക്ഷിത വാഹിനിയില്? ആരാ? ഓഡിയൻസ് നിങ്ങൾ പറയൂ, ആരാണ് ഈ 2 പേരിൽ ആദ്യം കയറാൻ പോകുന്നത്? അലക്സ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. സാരമില്ല, നമ്മൾ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കയറാം അല്ലേ? അങ്ങനെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ പേരുകൾ പറഞ്ഞ് ദേ പ്രേക്ഷിത വാഹനിൽ കയറുന്ന അലക്സ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കാണ്. അങ്ങനെ വെറുതെ കയറ്റിയാ മതിയോ? അങ്ങനെ ചുമ്മാ ഒന്നും കയറ്റിയാ പറ്റില്ല. നല്ലൊരു പ്രൊഫൈല് കണ്ട് അലക്സ് ആരാണ് എന്താണ് എന്നൊക്കെ നമുക്കൊന്നും അറിയണ്ടേ? എൻ്റെ പേര് അലക്സാണ്ടർ ചെറിയ. എൻ്റെ വീട് തിരുവമ്പാടിയിലാണ്. എൻ്റെ ജില്ല കോഴിക്കോട്. നല്ല ഓട്ടോച്ചട്ടന്മാരും നല്ല മനുഷ്യരൊക്കെയുള്ള നല്ല ഹൽവ ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട്. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നല്ല പറയാനുള്ളത്. എനിക്ക് എൻ്റെ തിരുവമ്പാടിയിലെ തിരുഹൃദയ ദേവാലയത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ചെറുപ്പം മുതൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നെ പള്ളിയിലൊക്കെ കൊണ്ടുപോകായിരുന്നു. ഞാൻ എൻ്റെ വിഷമതകളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് ഈശോയോടാണ്. അപ്പോൾ എനിക്ക് ഈ പള്ളിയോട് നല്ലൊരു കീഴടപ്പുണ്ട്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകാറുണ്ട്. കഴിയുന്നത്ര ദിവസങ്ങളിൽ പോകാറുണ്ട്. എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ ഈശോയോട് പങ്കുവെക്കാറുണ്ട്. ചെറുപ്പം മുതൽ തന്നെ പള്ളിയോടും ഇടവകയോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും ഒരു നല്ല വിജയമായിട്ട് തോന്നുന്നുണ്ട്. നമ്മളെ മാതാവിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ പറയാൻ കാരണം തന്നെ നമുക്ക് ഈ പ്രൊഫൈല് കണ്ടപ്പോൾ മനസ്സിലായായിരുന്നു. മാതാവിന്റെ മുൻപിലിരുന്നിട്ടാണ് അലക്സിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്കിന്ന് പ്രേക്ഷിത വാഹിനി കയറിയാലോ? കേറാം. ഗെയിമിന്റെ റൂൾസ് എല്ലാം അറിയാലോ? അറിയാം. 4 റൗണ്ടാണ് നമുക്കുള്ളത്. ഈ 4 റൗണ്ടിൽ ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? ജെറുസലേം റൗണ്ട്. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ അലക്സിനെ കാത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനുമായിരിക്കും ഈ റൗണ്ടിൽ ഉണ്ടാവുക. നമുക്ക് ചോദ്യം നോക്കിയാലോ? നോക്കാം. പൗരസ്ത്യ സുറിയാനി സഭയുടെ സ്ലീഹന്മാർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? 4 ഓപ്ഷൻസ് ആണുള്ളത്. മാർ അദ്ദായി, മാർ മാറി, മാർ സാപ്പോർ, മാർ പ്രോത്, ഗർവാസീസ് ആൻഡ് പ്രൊതാസിസ്, വിശുദ്ധ കോസ്മോസ് ആൻഡ് വിശുദ്ധ ഡാമിയൻ. മാർ അദായി, മാർ മാറി. ഉറപ്പാണ്? ഉറപ്പാണ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. താങ്ക് യു. ഈ റൗണ്ടിലെ ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പക്ഷെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇനി ബാക്കിയുണ്ട്. നമുക്ക് ആ ചോദ്യം കൂടി നോക്കാം. എത്ര പൗരസ്ത്യ റീത്തുകളാണ് ഉള്ളത്? അവ ഏതൊക്കെ? എത്ര പൗരസ്ത്യ റീത്തുകളാണ് ഉള്ളത്? അവ ഏതൊക്കെ? ഇതാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അലക്സ് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഓർത്തെടുത്ത് വേണം പറയാനായിട്ട്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമല്ലേ? എളുപ്പമാണ്. 5 പൗരസ്ത്യ റീത്തുകളുണ്ട്. 5 എണ്ണം കൽദായ സഭ, ബൈസന്റിയൻ സഭ, അർമേനിയൻ സഭ, പൗരസ്ത്യ സുറിയാനി സഭ, അന്ത്യോക്യൻ സഭ. 5 എണ്ണമായി. 5 എണ്ണം. ഉറപ്പാണ്? ഉറപ്പാണ്. നമുക്കൊന്ന് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. അലക്സാൻഡ്രിയൻ, അന്ത്യോക്യൻ, കൽദായ, അർമേനിയൻ, ബൈസന്റിയൻ. ഇതിലേതാ തെറ്റിയേ? പൗരസ്ത്യ സുറിയാനി സഭ എന്ന് പറഞ്ഞായിരുന്നു. അതില്ല. അലക്സാൻഡ്രിയൻ പറഞ്ഞായിരുന്നോ? അലക്സാൻഡ്രിയൻ പറഞ്ഞില്ല. ബാക്കിയുള്ള 4 എണ്ണം പറഞ്ഞു. 5 പൗരസ്ത്യ റീത്തുകളാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം അലക്സ് പറഞ്ഞു. അതിൽ 4 എണ്ണം കൃത്യമായിട്ട് പറഞ്ഞു. ഒരെണ്ണം മാത്രം ചെറുതായി ഒന്ന് മാറിപ്പോയി. ആദ്യത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. ചെറുതായിട്ട് ഒരെണ്ണം മിസ്റ്റേക്ക് വന്നു, സാരമില്ല. പക്ഷേ ആദ്യത്തെ റൗണ്ടിലെ 2 ഉത്തരങ്ങളും കറക്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. റൗണ്ടുകളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം.
ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് അലക്സ് ചൂസ് ചെയ്യാൻ പോകുന്നത്? അഡ്ജൻഡസ് റൗണ്ട്. തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും, സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? ആദ്യം സെന്റ് തോമസ് ഓപ്റ്റ്. സെന്റ് തോമസിനെയാണ് അലക്സ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. തോമാസ് ലിഹായെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഞങ്ങൾ ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ടോ അലക്സിന്റെ കയ്യില്? സ്പോട്ടിൽ നമ്മളൊരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അലക്സ് നന്നായിട്ട് അതിനെ പറ്റി പറയും എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തോമാസ് ലീഹിനെ കുറിച്ച് എന്തായാലും ഒരു 2 സെന്റൻസ് പറയാനായിട്ട് ഉണ്ടാകും. ഉണ്ട്. വിശുദ്ധ തോമസ് ലിഹ ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളാണ്. ഈശോയുടെ ആഹ്വാനം കേട്ട് ഭാരതത്തിലേക്ക് AD 52 സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ രണ്ട് അപ്പസ്തോലിക സന്ദർശനങ്ങളായിട്ടാണ് തോമസ് ലിഹ ഭാരതത്തിലേക്ക് വന്നത്. ഒന്ന് തക്ഷശില കേന്ദ്രീകരിച്ചായിരുന്നു വന്നത്. രണ്ടാമത് ആണ് കേരളത്തിലേക്ക് മുസ്രീസ് കൊടുങ്ങല്ലൂരിലെത്തിയപ്പം ഒത്തിരി പേരെ മാമോദിസ മുക്കി ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചു. അങ്ങനെ നമ്മുടെ വിശ്വാസികളുടെ പിതാവായി എന്നൊരു തരത്തിൽ പറയാം. അങ്ങനെ AD 72 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ ചിന്നമലയിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി. തോമസ് ലിഹ ഇപ്പോഴും ഒത്തിരിയേറെ പേർക്ക് ജീവിക്കുന്ന ഒരു മാതൃകയായിട്ട് നിലകൊള്ളുകയാണ്. തോമസ് ലിഹായെ കുറിച്ച് ഇത്രയും പറഞ്ഞ അലക്സിന് ഒരു കയ്യടി കൊടുത്തേ. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ചോദ്യത്തിനും അലക്സിന് എന്തായാലും ആൻസർ പറയാൻ പറ്റുമായിരിക്കും അല്ലെ? പ്രതീക്ഷിക്കാം. പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, അലക്സിന് ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദ്യം നോക്കിയാലോ? നോക്കാം. ക്രിസ്തു വർഷാരംഭത്തിൽ കേരളത്തിലെ സംസാര ഭാഷ ഏതായിരുന്നു? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. കൊങ്ങിണി, മലയാളം, തമിഴ്, സുറിയാനി. തമിഴ്. ഉറപ്പാണ്? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്തേക്കാം. തമിഴ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ മിഷനെ കുറിച്ചുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ആ ചോദ്യം കൂടി നമുക്ക് നോക്കാം. ആഗോള മിഷൻ ദിനം എന്ന്? ആഗോള മിഷൻ ദിനം ഒക്ടോബർ 18. ഉറപ്പാണ്? ഉറപ്പാണ്. ഒട്ടും സംശയമില്ല? ഒട്ടും സംശയമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഒക്ടോബർ 18 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. ഈ റൗണ്ടിലെയും 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അലക്സ് എന്തായാലും ഒരുവിധം എല്ലാം പഠിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കാം. ഈ റൗണ്ടിൽ സമ്മാനം വേണ്ടേ? സമ്മാനം കൊടുക്കാം. നമ്മുടെ ഓഡിയൻസിനെ കൈയടിക്കാൻ ഒരു ആവേശത്തിന്റെ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നിയോ? എനിക്ക് തോന്നുന്നേ അലക്സ് 2 റൗണ്ടിൽ സമ്മാനം കൊണ്ടുപോയല്ലോ, അവർക്ക് സമ്മാനം കിട്ടാത്തതിന്റെ വിഷമം കൊണ്ടായിരിക്കാം. അത് ശരിയാ. സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഓണാവില്ലേ? അവരെല്ലാവരും തലയാട്ടി. എങ്ങനെയാ ചോദ്യം അങ്ങ് ചോദിച്ചോട്ടെ. ഈ ചോദ്യത്തിന് പെട്ടെന്ന് വന്ന ആൻസർ പറഞ്ഞാതെ അലക്സ് മേടിച്ച പോലെ നിങ്ങൾക്കും സമ്മാനം മേടിക്കാം. ചോദ്യം ഇതാണ്: താമരശ്ശേരി രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥ. താമരശ്ശേരി രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥ. മുന്നോട്ട് വരാമോ? കുറെ പേര് കൈപൊക്കി, പക്ഷേ ചേച്ചി ആദ്യത്തെ പറഞ്ഞു. നമുക്ക് മുന്നോട്ട് വിളിച്ചാലോ? നല്ലൊരു കൈയടി കൊടുത്തേ. വിശുദ്ധ അൽഫോൻസാമ. കൈ പൊക്കിയവരൊക്കെ എന്ത് പറയുന്നു? കറക്റ്റ് ആണോ? എല്ലാവരും തലയാട്ടുന്നുണ്ട്. ആൻസർ കറക്റ്റ് ആണ്, വിശുദ്ധ അൽഫോൻസാമ. ഇനി നമുക്ക് 2 റൗണ്ട് ബാക്കിയുണ്ട്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? അടുത്തതായി ജെറീക്കോ റൗണ്ട് ചൂസ് ചെയ്യാം. വിഷ്വൽ റൗണ്ടാണ് ജെറീക്കോ റൗണ്ട്. സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക.
ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കുവാനായിട്ട് അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്, അത് ഉപയോഗിക്കാം. ആ വീഡിയോയിൽ നിന്നിട്ടായിരിക്കും അലക്സിനുള്ള ജെറിക്കോ റൗണ്ടിലെ ചോദ്യം വരുന്നത്. ജെറിക്കോ റൗണ്ടിലെ വീഡിയോ നമുക്ക് കാണാം. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മേഖലകൾ. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി സീറോ മലബാർ സഭയ്ക്ക് 18 രൂപതകളുണ്ട്. ഇവയിൽ 9 രൂപതകൾ പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവയാണ്. അവ കർണാടകയിലെ ബൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ, തമിഴ്നാട്ടിലുള്ള രാമനാഥപുരം, തക്കല, ഹൊസൂർ, മഹാരാഷ്ട്രയിലെ കല്യാൺ, ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫരീദാബാദ്, ഇന്ത്യയിൽ സീറോ മലബാർ രൂപതകളുടെ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാൻ സ്ഥാപിതമായ ഷംഷാബാദ് എന്നിവയാണ്. നമുക്ക് ചോദ്യം കണ്ടാലോ? ചോദ്യം കാണാം. പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന കർണാടകയിലെ രൂപതകൾ എത്ര? അവ ഏതൊക്കെ? പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന കർണാടകയിലെ രൂപതകൾ എത്ര? അവ ഏതൊക്കെ? 3 രൂപതകൾ ആണെന്നാണ് തോന്നുന്നത്. അതിൽ ബലത്തങ്ങാടി രൂപത, മാണ്ഡ്യ രൂപത, ഒരെണ്ണവും കൂടി ഉണ്ടെന്ന് അലക്സ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേട്ട ഒത്തിരി പറഞ്ഞായിരുന്നു, അതിലിനി ഒരെണ്ണവും കൂടി പറഞ്ഞാൽ മതി ശരിയാക്കാനായിട്ട്. 2 രൂപതകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. 3ാമത്തെ രൂപത ഒട്ടും മനസ്സിലേക്ക് വരുന്നില്ല. ഹൊസൂർ രൂപത ആണെന്ന് തോന്നുന്നു, പക്ഷേ ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. 3 രൂപതകളാണ് ഉള്ളത്. ബൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ. ഈ 3 രൂപതകളാണ്. പഠിച്ചു. ഇതില് 3 രൂപതകളാണെന്നും അതുപോലെ തന്നെ ബൽത്തങ്ങാടി, മാണ്ഡ്യ എന്ന 2 ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ഭദ്രാവതി മാത്രമേ പറയാതിരുന്നുള്ളൂ. പക്ഷേ 90% ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണം? സമ്മാനം വേണോ? അലക്സ് തന്നെ പറയാണ് സമ്മാനം വേണമെന്ന്. എന്തായാലും ഒരെണ്ണല്ലേ തെറ്റിച്ചോളും. അപ്പൊ എന്തായാലും സമ്മാനം കൊടുക്കാം. അലക്സ് ദേ 3 റൗണ്ട് കഴിഞ്ഞ് ലാസ്റ്റ് റൗണ്ടിനും ജനറൽ ക്വസ്റ്റിനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓഡിയൻസ് റൗണ്ട് വേണോ അതോ ഒരു എന്റർടൈൻമെന്റ് വേണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ വേണ്ടേ? എന്റർടൈൻമെന്റ് എല്ലാവരും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേണ്ടി എന്താ ഒരു പാട്ടോ ഡാൻസോ എന്തെങ്കിലും? സുന്ദരികളായ കുറച്ച് കുട്ടികളോട് ഇരിക്കുന്നത് കാണുന്നില്ലേ? അവരെന്തിനു വേണ്ടിയാ വന്നേക്കുന്നതെന്നറിയോ? എന്തിനു വേണ്ടിയാ? അവരാണോ അടുത്തായിട്ട് നമ്മുടെ മുന്നിൽ പ്രോഗ്രാമായിട്ട് വരുന്നത്? നമുക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് തരാൻ വേണ്ടി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് മാർഗം കളിക്കുള്ള കുട്ടികളാണ്. എവിടുന്നാന്നറിയോ? കക്കാടംപൊയിൽ സെയിന്റ് മേരീസ് ചർച്ചിലെ മിടുക്കികളാണ് നമുക്ക് വേണ്ടി നല്ലൊരു മാർഗം കളിക്കായിട്ട് വന്നിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുത്തേ. മേക്കണീതാ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തെയ്தை പിടിത്തതണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തെയ്தை വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്தை വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തെയ്தை അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്தை അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ. തെയ്தை പട്ടുട പണി പുടവ പവിഴമൂത്തു മാലയും തെയ്தை അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ.
തെതെ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്നരുൾക മാർത്തോമൻ തെതെ അലങ്കരിച്ച പന്തലിൽ വന്നരുൾക വേണം താകൃതത്താതിമൃതത്തെ മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യയും തകതിത്തകതിത്തേതും മഹിമയോടരുവികളെല്ലാം ചെയ്യും മനുവിവസിത്തകതത്തകതത്താം തികതകതകതകതിത്തത്താം കൃതിത്തത്താം തികതികതത്താം കൃതിത്താതിത്താതിത്താതിമൃതത്തെ ഇന്ത്യയും തകതത്തിത്തകതിത്തേതും ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി തീയം തക്കതികതത്തെയും തകതിത്തത്തെ തകതികതത്തെ കൃതിത്താതിത്താതിത്താതിമൃതത്തെ ഇന്ത്യയും തകതത്തിത്തകതിത്തേതും വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അനജൻ തിരുമുൻപാകെ തക്കിടകിടതക തക്കിടകിടതക തക്കിടകിടതകതീ തകര തകര തകരാതി തിക്കിടകിടതക തിക്കിടകിടതക തിക്കിടകിടതകതീ തികര തികര തികരാതി തിക്കിടകിടതകതീ തികരാതി തിക്കിടകിടതകതീ തികരാതി തക്കിടകിടതക തിക്കിടകിടതക തക്കിട്ടാത ഇത്താതികിട ഇതേ ചിന്തത്താകിട തക്കിടകിടതകതീ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലേവാതാകൃതിത്താതിത്താതിത്താതിമൃതത്തെ നമുക്ക് ഇനി റൗണ്ട്സ് ബാക്കിയുണ്ട്, ഒരു ജനറൽ ക്വസ്റ്റ്യനും ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യം നോക്കാം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ 2 വിശുദ്ധരെയാണ് കാണിക്കുന്നതെന്ന്. വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ ഇവുപ്രാസിയമ്മ. ആരെയാണ് അലക്സ് ചൂസ് ചെയ്യുന്നത്? വിശുദ്ധ മറിയം ത്രേസ്യ. വിശുദ്ധ മറിയം ത്രേസ്യ. നമുക്ക് ചോദ്യം നോക്കാം. മറിയം ത്രേസ്യയുടെ മാതാപിതാക്കന്മാരുടെ പേര് എന്ത്? ചിറമ്മൽ, മങ്കിടിയാൻ, തോമ, താണ്ട. ഉറപ്പാണ്? ഉറപ്പാണ്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. ചിറമ്മൽ മങ്കിടിയാൻ തറവാട്ടിൽ തോമായും താണ്ടയും. ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ. ഈ റൗണ്ടിൽ ഈ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 4ാമത്തെ റൗണ്ടിലും സമ്മാനം നേടിയിരിക്കുകയാണ് അലക്സ. സമ്മാനം നമുക്ക് കൊടുക്കാം. അലക്സിന്റെ 4 റൗണ്ട് കഴിയുമ്പോൾ ഇനി അവശേഷിക്കുന്നത് എന്താണ്? ഓഡിയൻസ് റൗണ്ട്. ചോദ്യം വേണ്ടേ? ചോദ്യം ഇതാണ്: വിശുദ്ധ അൽഫോൻസാമയുടെ നാമധേയത്തിലുള്ള താമരശ്ശേരി രൂപതയിലെ ഒരു പള്ളിയുടെ പേര്.
ഒരു ചേച്ചി കൈപൊക്കിയിട്ടുണ്ട്. എന്താല്ലേ ആ ഒരു ആവേശം കണ്ടോ? ഒറ്റ കൈപൊക്കല്. നല്ലൊരു കൈയടി കൊടുത്ത് ചേച്ചിക്ക്. പീടികപ്പാറ. കറക്റ്റ് ആണോ? ചേട്ടനോട് കൈ പൊക്കി പറഞ്ഞു കറക്റ്റ് ആണെന്ന്. ആൻസർ കറക്റ്റ് ആണ്, പീടികപ്പാറ. കൈയടിക്കേ. നമ്മുടെ ഓഡിയൻസ് റൗണ്ടിൽ പറഞ്ഞു പീടികപ്പാറ. അതുപോലെ തന്നെ വലിയ കൊല്ലി, പെരിന്തൽമണ്ണ, മഞ്ഞക്കുന്ന്, കാക്കവയൽ, ഈ പള്ളികളെല്ലാം വിശുദ്ധ അൽഫോൻസാമയുടെ നാമധേയത്തിലുള്ള പള്ളികളാണ്. അലക്സേ, ഇനിയൊരു ജനറൽ ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. ചോദിച്ചോട്ടെ ചോദ്യം? ചോദിക്കാം. ചോദ്യം ഇതാണ്: തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഫൊറോന പള്ളി ആരംഭിച്ച വർഷം? 1944. സംശയമുണ്ടോ? സംശയമില്ല. ഇല്ല. സംശയം ഇല്ലെങ്കിൽ ഞങ്ങൾക്കും സംശയമില്ല. ആൻസർ കറക്റ്റ് ആണ്, 1944. കൈയടിക്ക്. അങ്ങനെ 7 ചോദ്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമന്റോയും ഗിഫ്റ്റ് ബാഗും ആ നേടിയ സമ്മാനങ്ങളുമായിട്ടാണ് അലക്സ് പോകാൻ പോകുന്നത്. സമ്മാനങ്ങളായിട്ട് താഴേക്ക് വരാം. അലക്സിന്റെ കൂടെ ഈ സമ്മാനങ്ങളൊക്കെ മേടിച്ച് കൂടെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുള്ളത് അലക്സിന്റെ അപ്പയും അമ്മയും ഒക്കെയാണ്. അപ്പൊ നമുക്ക് വളരെ സ്നേഹത്തോടെ അവരെ കൂടെ പ്രേക്ഷിത വാഹനത്തിലേക്ക് സ്വാഗതം ചെയ്താലോ? നിങ്ങൾ നല്ലൊരു കൈയടി കൂടി അവർക്ക് വേണം. അലക്സിന്റെ ഫാമിലി ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഒരു ചെറിയ വലിയ കുടുംബം അല്ലെ? താമരശ്ശേരി രൂപതയിലെ മരിയൻ പ്രോ ലൈഫിലെ ഒരു കുടുംബമാണ് ഇവര്. 4 കുട്ടികളുള്ള ഒരു ഹാപ്പി ഫാമിലിയാണ് ഇവര്. അപ്പൊ അവർക്കൊരു സമ്മാനം ഞങ്ങളുടെ വക. നല്ല മിടുക്കനായ പാർട്ടിസിപ്പന്റ് ആയിരുന്നല്ലേ നമുക്ക് ഇന്ന് കിട്ടിയത്. മെമന്റോയും നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് അലക്സ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. നമുക്ക് ഒരു പാർട്ടിസിപ്പന്റ് കൂടി ബാക്കിയുണ്ട്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പും ചെയ്യണം. ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഗ്രഹിക്കണം. അവന്റെ പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ തന്റെ ഉള്ളു തുറന്ന് നമുക്ക് നൽകി. ആ മുറിവ് എനിക്കും നിനക്കും കൂടാരമായി. മറ്റൊരിടത്തും കിട്ടാത്ത സ്നേഹം ഇവിടെയുണ്ട്, ആർക്കും നൽകാനാകാത്ത പ്രണയവും. അവന്റെ തിരുഹൃദയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ചങ്കിലും. അവൻ നമുക്കുള്ളിൽ നിറച്ച സ്നേഹവും പ്രണയവും കരുതലും ലാളനയുമെല്ലാം പരസ്പരം പങ്കുവയ്ക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിടാഹ് പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ